ആരാ? മനസ്സിലായില്ലല്ലോ. ഇത് ഗേളിയുടെ വീടല്ലേ? അതെ. ഒന്ന് കാണാൻ വന്നതാ. വാ മോനെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എന്താ കാര്യം? ഞാൻ അജിത്ത്. ഗേളിക്ക് എന്നെ നന്നായി അറിയാം. 1 മാസമായി ജോലി ആവശ്യത്തിനായി ഞാൻ മൈസൂരായിരുന്നു. 1 മാസമായി ഞാൻ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതെ, അച്ഛൻ വരുന്നു. ഇതാരാ? അജിത്തല്ലേ? മോള് പലവട്ടം മോന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്. എന്തായാലും നേരിട്ട് കാണാൻ സാധിച്ചല്ലോ, സന്തോഷം. ആ, മോള് പറയാറുള്ള എറണാകുളത്തെ അജിത്താണല്ലേ ഇത്? അതെ. കൊച്ചെ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് അവൾ തോരാതെ സംസാരിക്കാറുണ്ട്. പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് ഞങ്ങളും അങ്ങ് തീരുമാനിച്ചു. ഗേളി എന്തി? അവൾ ഇവിടെ ഉണ്ട്, ഞാൻ ഇപ്പം വിളിക്കാം. മോളെ ഗേളി, ഇതാരാ വന്നേക്കെന്ന് നോക്കിയേ. മോൻ അങ്ങോട്ട് ചെല്ലേ, അവൾ അവിടെ ഉണ്ട്. ഗേളി, 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 ഗേളി. അജിത്ത്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 1 മാസമായിട്ട് മോളുടെ ഫോണേ കളഞ്ഞുപോയി. അതിന്റെ സിം എടുക്കണമെന്നോ ഫോൺ മേടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോണുണ്ട്. മോന് കുടിക്കാൻ അമ്മ ജ്യൂസ് എടുക്കട്ടെ? ഗേളി വരട്ടെ, എന്നിട്ട് മതി. മോലിരി. മാങ്കുളം തറവാട്ടിലെ ഫെർണാണ്ടസിന്റെ ഒരേ ഒരു മകൻ അജിത് ഫെർണാണ്ടസ്. കഴിഞ്ഞ മാസം 10-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് ഊട്ടിയിൽ ചുരം ഇറങ്ങുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായത് കുട്ടിക്ക് ഓർമ്മയില്ല. അതെങ്ങനെ അങ്കിൾ അറിഞ്ഞു? ഞാനാണ് അന്ന് ഡ്രൈവ് ചെയ്തത്. നിന്റെ കാറിൽ അച്ഛനും അമ്മയും നീയും മാത്രം. അവർക്കൊരു പോറല് പോലും സംഭവിച്ചില്ല അല്ലേ? റോങ് സൈഡിലൂടെ വന്ന നിന്റെ കാറ് ഇടിച്ചു തെറിപ്പിച്ച് കൊക്കിലേക്ക് മറിച്ചത് എന്റെ കാറാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതെ വണ്ടി വിട്ട് നീ പോയില്ല. മനഃപൂർവ്വമല്ല, ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാ. ആ കാറിലുണ്ടായിരുന്നത് ഞങ്ങൾ 3 പേരുമാണ്. ഇരിക്കണ അവിടെ. നീ എവിടെ പോകുന്നു? എന്താടാ നിന്ന് പരുങ്ങുന്നത്? നിനക്കെന്റെ മകളെ വേണമല്ലേ? 1 നിമിഷം നീ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താമായിരുന്നു. ഈ ജന്മം മുഴുവൻ പശ്ചാത്താപവും പേറി ഭ്രാന്തനെ പോലെ ഈ തെരുവിൽ എല്ലായിടത്തും മരഞ്ഞു തിരിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾക്ക് കാണണം. നിനക്ക് പോകാം. ഇനി ഒരിക്കലും ഈ പഠിച്ചോട്ട്
എടോ താൻ ആ വീട് ശ്രദ്ധിച്ചോ? ആ വീട്ടിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. എന്നാ സ്മാർട്ടായിരുന്നു അറിയാം കാണാനായിട്ട്. ആഹാ, എന്നിട്ട് മൂന്നും കൂടെ ഒരു ആക്സിഡന്റ് ചത്തുപോയി. ഒരു സത്യം പറഞ്ഞാലേ ഈ വീട്ടിലോട്ട് നോക്കുമ്പോഴേ എൻ്റെ കൈയും കാലും വിറക്കാണ്. എടാ നീ അത് കണ്ടോ? നീ ശ്രദ്ധിച്ചോ? കണ്ടു. ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്. അവിടെ ഒരു പയ്യൻ നിന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ. എടാ വാടാ, നമുക്ക് ആരാ നോക്കാം. വാടാ, പരിചയമില്ലാത്തവരത്തിനാ. നീ എടാ ഞാനില്ല, നീ വേണേ പോയിക്കോ. ഞാനുണ്ടല്ലോ, നീ വാടാ കൂടെ. നീ വാടാ, നമുക്ക് നോക്കാടാ ആരാന്ന്. നീ വാ. അവനെന്തായാലും ഈ നാട്ടുകാരനല്ല. നമുക്കൊന്ന് പോയി നോക്കാം. നീ വാ, കേൾക്കാം. മോനേതാ? എന്തിനാ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നേ? ഇവിടത്തെ ഗേളി എൻ്റെ കൂട്ടുകാരിയാ, അവളെ കാണാൻ വന്നതാ. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഒരു മാസം മുമ്പ് ചുരം ഇറങ്ങി വരുന്ന ഒരു കാർ ആക്സിഡന്റ് പെട്ട് ഈ വീട്ടിലെ 3 പേരും മരിച്ചുപോയി. അവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുകയാണെന്നാ പറയുന്നത്. ചിലപ്പോൾ കൂട്ടക്കരച്ചിലും പൊട്ടിച്ചിരിയുമൊക്കെ ഈ വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഞങ്ങളിങ്ങോട്ട് വരാറില്ല. ഇവന്മാരല്ലേ ഇവിടെ? എടാ റജിയേ, എടാ ഇവിടെ എന്നാ പരിപാടി? എടാ ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് വന്നടാ. എടാ റജിയേ, ഇങ്ങോട്ട് വാടാ. ഇവിടെ എന്നാ പരിപാടി? അയ്യോ, ഓടി വാടാ ഇങ്ങോട്ട്. എടാ പോക്കൃതം കാണിക്കരുതും, ജീവൻ വരെ ഓടിക്കോടാ. വാടാ ഇങ്ങോട്ട്. Ha 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 ha.